ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ എന്താണ്, ഈ ദിവസങ്ങളിലെ എന്റെ വ്ലോഗൊക്കെ കണ്ടിട്ട് പലരും ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ കണ്ടിട്ട് അത് എങ്ങനെയുണ്ട്, ലിങ്ക് തരാമോ, ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് അതിശയമാണ് കേട്ടോ. കാരണം ഇത്രയും വിശദമായിട്ട് നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ എന്താണ് നോർമലായിട്ട് അടുക്കള കാണിക്കുന്നു, കാര്യങ്ങൾ കാണിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ച ഓരോ പുതിയ സാധനങ്ങളും അത് നിങ്ങൾ കണ്ടുപിടിക്കുന്നു, അതേക്കുറിച്ച് ചോദിക്കുന്നു. ഇതിനു മുമ്പും ചിലര് ചോദിച്ചിരുന്നു കേട്ടോ. ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അപ്പൊ വിചാരിച്ചുവെങ്കിൽ അതേക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ വേറെ പല വ്ളോഗുകളിലായിട്ട് ഇതൊക്കെ കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. എന്തായാലും ഞാൻ ബാക്കപ്പ് തപ്പിയപ്പോ വീഡിയോസ് കിട്ടി. സാധാരണ ഞാൻ അങ്ങനെ വീഡിയോ സ്റ്റോർ ചെയ്ത് വെക്കാറില്ല. ഒരു വ്ളോഗ് കഴിഞ്ഞാല് ആ വ്ളോഗിൽ എന്തൊക്കെ വീഡിയോസ് യൂസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം അന്നേരം ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം ഒത്തിരി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ഇത് ഞാൻ ഓൺലൈൻ പർച്ചേസ് എന്നും പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നോക്കിയപ്പോൾ കിട്ടി. ഏതായാലും അത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പര് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന സാധനങ്ങൾക്ക് വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. റെഗുലർ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. കാരണം പുതിയതായിട്ട് ധാരാളം പേര് ഇപ്പം വീഡിയോ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മള് ഹോം മെയ്ഡ് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പിക്കിൾസും നാടൻ സാധനങ്ങളും. അതിനു വേണ്ടിയുള്ള നമ്പറാണ് ഇട്ടേക്കുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ നമ്മുടെ പാചകത്തിന്റെ മേളിൽ പാത്രങ്ങൾ വെക്കാൻ ഇതുപോലൊരു പാത്രക്കൊട്ടയാണ് വെച്ചിരുന്നത്. വെള്ളം താഴെ കെട്ടിക്കിടന്ന് സ്മെല്ല് എടുക്കാതിരിക്കാനാണ് അതുപോലൊരു ജാലി പോലുള്ളത് വെച്ചിരുന്നത്. അപ്പം ഇപ്പൊ പുതിയതായിട്ട് മേടിച്ച പാത്രക്കൊട്ടയാണിത്. ഇതേക്കുറിച്ചാണ് ആദ്യം എനിക്ക് മെസ്സേജ് വന്നത്, എങ്ങനെയുണ്ട്, യൂസ് ചെയ്തിട്ട് കൊള്ളാമോ. ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. അതായത് അതിന്റെ താഴെ ആ ഒരു നീല പാത്രം ഉണ്ടല്ലോ, അതിനകത്താണ് വെള്ളം വന്ന് വീഴുന്നത്. ഇങ്ങനെ ഒഴുകി അങ്ങ് പൊക്കോളും. ഭയങ്കര യൂസ്ഫുൾ ആണ്. അതിന്റെ അടിയിലോട്ട് വെള്ളം ഒരു തുള്ളി പോലും ലീക്ക് ആകത്തില്ല. ഞാൻ ഇത് ആമസോണിൽ നിന്നൊന്നും ആമസോൺ ആണെന്ന് തോന്നുന്നു മേടിച്ചത്. ഞാന് ഈ സാധനങ്ങളുടെ ഒക്കെ ലിങ്ക് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വ്യൂ പ്രോഡക്റ്റ് എന്നും പറഞ്ഞൊരു സ്ക്രീനിൽ കാണിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. ലിങ്ക് കിട്ടുന്നുവെങ്കിൽ ഇടാമേ. നോക്കിക്കേ, ഇതിന്റെ അടിയിൽ ഒട്ടും വെള്ളം പോകത്തില്ല, കെട്ടിക്കിടക്കത്തുമില്ല. നല്ല ഉണങ്ങി തന്നെ കിടക്കുവാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് മാറ്റി കഴുകുകയും ചെയ്യാം. ഞാൻ നോക്കിയപ്പോ എനിക്ക് ഇത് ഒത്തിരി വലിപ്പമായിട്ട് തോന്നിയില്ല. പക്ഷെ നല്ല വലിപ്പമാണ്. എനിക്ക് തോന്നി ഇത്രയും വലിപ്പം വേണ്ടായിരുന്നു. ഇഷ്ടംപോലെ പാത്രങ്ങൾ അതിൽ കൊള്ളും കേട്ടോ. അടുക്കളയ്ക്കും വൃത്തിയായി. അതിന്റെ സൈഡിലുള്ളത് ഞാൻ ആദ്യം അകത്താണ് സ്പൂണൊക്കെ ഇടാനുള്ളത്. പക്ഷെ ഇപ്പൊ ഞാനത് പുറത്താണ് ഇട്ടിരിക്കുന്നത്. കാരണം കുറച്ചുകൂടി സ്പേസ് കിട്ടും നമുക്ക് പാത്രം വെക്കാനായിട്ട്. അപ്പൊ അതായിരുന്നു ആദ്യത്തെ പ്രോഡക്റ്റ്. നല്ല പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഇത്രയും ഒരെണ്ണം കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ആദ്യത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ പിച്ചാത്തികളൊക്കെ വെക്കാൻ വേണ്ടിയാണ്. പിച്ചാത്തികൾ കുറെ ഉണ്ടല്ലോ, എല്ലാം പലയിടത്തായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടന്നതിനെ എല്ലാം ഒരുമിച്ച് വെക്കാൻ വേണ്ടി. കാരണം ഞാൻ കറക്റ്റ് സ്പേസിലാണ് പിച്ചാത്തി വെക്കുന്നത്. പക്ഷെ ദിവസം കയറിയാല് എവിടൊക്കെയാ വെക്കുന്നതെന്ന് അറിയത്തില്ല. പിന്നെ അത് തപ്പി നടക്കണം. ഇതാവുമ്പോൾ ഒരു സ്പേസ് ഉണ്ട്, അവിടെ ഒതുങ്ങിയിരുന്നോളും. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണിത്. ഇപ്പൊ ഇതിന്റെ ഇപ്പുറത്ത് തൊട്ടപ്പുറത്ത് തന്നെ ഞാൻ വേറെ ഒരെണ്ണം കൂടി മേടിച്ച് വെച്ചിട്ടുണ്ട്. അതെന്റെ ഡയറികൾ വെക്കാനായിട്ടാണ്. കാരണം ആ ബിസിനസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും എന്റെ കൂടെ ഡയറികളും കാണും കേട്ടോ. അതിങ്ങനെ പാതകത്തിൽ നിരന്ന് കിടക്കുമായിരിക്കും. ഓർഡർ എടുക്കുന്ന ഡയറി, സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡയറി, പിന്നെ ഓരോ അച്ചാറുകളും ഇടുന്ന ഓരോ ദിവസം അതിന്റെ ഡീറ്റെയിൽസ്, കാൽക്കുലേറ്റർ, പിന്നെ പോസ്റ്റ് അയക്കുന്നതിന്റെ സ്ലിപ്പുകള്, ഇങ്ങനെ കുറെ ഡയറികളും കാര്യങ്ങളും കാണും. ഇപ്പൊ അതെല്ലാം കൂടെ ഒരിടത്ത് ഒതുക്കിയാണ് വെച്ചിരിക്കുന്നത്. പേനകള്, ഭയങ്കര യൂസ്ഫുൾ ആണത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് കാണിക്കുന്നത് കേട്ടോ. കാരണം കൊച്ചു കപ്പേ കയറത്തുള്ളൂ, നമ്മുടെ ചായ ഗ്ലാസ് കയറത്തില്ല. കുഞ്ഞു കടുകിടുന്ന കുപ്പികളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇതിനകത്ത് കയറത്തില്ല. അത്രയ്ക്കുള്ള ഒരു വിസ്താരേ ഉള്ളൂ. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇത് കാണിച്ചത്. അങ്ങനെയുള്ള യൂസിന് പറ്റത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള യൂസുകൾക്ക് ഭയങ്കര ഉപകാരമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം കേട്ടോ. അത് വെക്കുന്നതൊക്കെ ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അത് ഊരുന്നതും എടുക്കുന്നതും ഈസിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്പേസ്, സപ്പോർട്ടിന് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മേടിച്ച് ഫിറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ വീട്ടിലെ സൗകര്യങ്ങൾ നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. അത് വലിച്ചൂരിയിട്ട് അങ്ങോട്ട് കയറ്റി വെച്ചാൽ മതി. പിന്നെ ഉള്ളത് ഇതാണ് ചോദിച്ചത് കേട്ടോ, നമ്മുടെ സ്പൂണൊക്കെ ഇട്ട് വെക്കുന്ന കട്ട്ലറി സ്റ്റാൻഡ്. ഇത് 4 അറയാണുള്ളത്. ഞാൻ ഇത്തിരി വലിപ്പമുള്ള സ്പൂൺ ഒരു സെക്ഷൻ, ചെറിയ സ്പൂൺ ഒരു സെക്ഷൻ, പിച്ചാത്തികളും കത്രിക, അങ്ങനെ, സോറി, അതെ, ചെറിയ പിച്ചാത്തി, കത്രിക, പീലർ, ഇതൊക്കെ ഒരു സെക്ഷൻ.
പിന്നെ നമ്മുടെ ഫോർക്ക് ഉണ്ടല്ലോ, അതിനു വേണ്ടി ഒരെണ്ണം, അങ്ങനെ 4 എണ്ണമാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത്രയായിരുന്നു പലരും ചോദിച്ചത്. സംശയം മാറിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിരുന്നു. നമ്മുടെ ഹോം മെയ്ഡ് സോപ്പാണ്. സ്ഥിരം വാട്സപ്പിൽ കോണ്ടാക്ട് ഉള്ളവർക്കറിയാം. എന്റെ ചേച്ചി, നാട്ടിലെ ചേച്ചി ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സോപ്പാണിത്. രാമച്ചം കസ്തൂരി മഞ്ഞൾ, ഭയങ്കര മൂവ്മെന്റ് ആണ് ഇതിന്. നമ്മൾ ഇതിനകത്ത് സെപ്പറേറ്റ് സ്മെല്ല്, മണത്തിന് വേണ്ടി ഒന്നും കൊടുത്തിട്ടില്ല. ആ രാമച്ചത്തിന്റെയും കസ്തൂരി മഞ്ഞളിന്റെയും തനതായ ഒരു മണമുണ്ട്. ഞാനിത് യൂസ് ചെയ്ത 5 പേരെടുത്ത് ചോദിച്ചു ഇതെങ്ങനെയുണ്ട് മണത്തിന് വേണ്ടി. കാരണം എന്റെ ചേച്ചിക്ക് ഒരു സംശയം, പുതിയ ബാച്ച് ചെയ്യുമ്പോൾ മണമില്ലാതെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന്. പക്ഷെ 5 പേര് എനിക്ക് റിപ്ലൈ തന്നത്, മീൻസ് ഇതിനകത്ത് മണം ആഡ് ചെയ്യണ്ട, തനതായിട്ടുള്ള ഒരു മണമുണ്ട്, അത് മതിയെന്ന്. ഇത് നമ്മുടെ പപ്പായ ഓയിലാണ്. ആദ്യം ഒരു സ്റ്റോക്ക്, ഒരു ബാച്ച് വന്നു, അത് ഫുള്ള് തീർന്നു. അന്ന് തന്നെ വന്ന അഡ്വാൻസ് ഓർഡർമാർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണിത്. അപ്പൊ സാധനമൊക്കെ വന്നപ്പോൾ ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് അയക്കാനുള്ളതൊന്ന് മാറ്റി വെച്ചു. ആദ്യത്തെ ആ 30 സോപ്പും 2 പപ്പായ ഓയിലും നമ്മുടെ ഒരു കസ്റ്റമർക്കാണ്. അതിനുശേഷം 10 ഓർഡർ ചെയ്തവരുണ്ട്, 5 3 4 കൂട്ടത്തിൽ പപ്പായ ഓയിൽ എല്ലാം അയക്കാനുള്ളത് ഇങ്ങനെ മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ. അന്നേരം എളുപ്പമുണ്ട്. നമ്മുടെ ഇപ്പൊ മൊത്തം 6 ടൈപ്പ് സോപ്പ് ഉണ്ട്. ക്യാരറ്റ്, പപ്പായ, ആലുവേര, പിന്നെ രാമച്ചം കസ്തൂരി മഞ്ഞള്, ക്യാരറ്റ് ആലുവേര, ആര്യവേപ്പിന്റെ, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഈ പാക്കിനകത്ത് എല്ലാം ഇതെല്ലാം ഉണ്ട് കേട്ടോ. സോപ്പുണ്ട്, പപ്പായ ഓയിലുണ്ട്, പിന്നെ നമ്മുടെ നാടൻ സാധനങ്ങളുണ്ട്, അച്ചാറുകൾ, കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇപ്പോഴത്തെ ആ യുദ്ധത്തോടനുബന്ധിച്ച് പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഓർഡർ തന്നവര് അധികം ആരും ക്യാൻസൽ ചെയ്തിട്ടില്ല. എൻ്റെ സാധനം മേടിക്കുന്നുണ്ട്. പക്ഷെ വന്നെടുത്ത 1-2 പേര് പറഞ്ഞു അവരുടെ ഫ്ലൈറ്റ് ക്യാൻസലായി, പോകാൻ പറ്റുന്നില്ല, എങ്കിലും അധികം താമസിയാതെ പോകും എന്നാണ് പറഞ്ഞത്. അപ്പൊ ജോസൻ ഇങ്ങനെ സാധനം എടുത്ത് വെച്ചപ്പോ ഞാൻ പറഞ്ഞു, അയ്യോ ജോസൻ, ഞാൻ ഇച്ചിരി വീഡിയോ എടുത്തോട്ടെ. അങ്ങനെ പോയി എടുത്തതാണ് കേട്ടോ. കാരണം ഇതൊക്കെ കാണുമ്പോഴാണല്ലോ നിങ്ങൾ അറിയുന്നത് ഇവിടുന്ന് ഇങ്ങനെയൊക്കെ സാധനങ്ങൾ പോകുന്നുണ്ടെന്നും കൊറിയർ ചെയ്യുന്നുണ്ടെന്നും വിശ്വാസത്തോടെ കൊറിയർ അയക്കുന്നവരാണെന്നും. കാരണം ആദ്യമായിട്ട് കാണുന്നവരെ ഉദ്ദേശിച്ചാണ് കേട്ടോ. കാരണം ധാരാളം പേര് ഇപ്പം പുതിയതായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, വീഡിയോ കണ്ടിട്ടാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. പുതിയ ബാച്ച് കൂവപ്പൊടി വന്നിട്ടുണ്ട്. നല്ല ഒറിജിനൽ കൂവപ്പൊടിയാണ്. കൂവപ്പൊടിയെ കുറിച്ച് അറിയുന്നവർക്കറിയാം. അതൊന്ന് കുലുക്കി നോക്കുമ്പോൾ ക്രിസ്റ്റല് പോലെ കിലുങ്ങും. അതാണ് ഒറിജിനൽ കൂവപ്പൊടി എന്ന് പറയുന്നത്. നേരത്തെ 2 ടൈപ്പ് കൂവപ്പൊടി വെക്കുന്നുണ്ടായിരുന്നു. ഒന്ന് അതിന്റെ നീര് ഉണക്കി പൊടിച്ചെടുക്കുന്നതും, പിന്നൊരെണ്ണം അത് കൂവ അതുപോലെ കട്ട് ചെയ്തിട്ട് ഉണക്കി പൊടിക്കുന്നത്. ഞാനിപ്പോ അതെടുക്കുന്നില്ല. നീരിൽ നിന്നും ഉണക്കി പൊടിച്ചെടുക്കുന്ന കൂവപ്പൊടിയാണ് ഞാൻ ഇപ്പം കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നരുത്. നിങ്ങൾ ആരും ഇത് അനുകരിക്കരുത്. നിങ്ങൾക്കൊക്കെ അറിയാലോ, ജൽജീര എന്നും പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതിനകത്ത് എന്താണ്, കായപ്പൊടി, ജീരകം, ബ്ലാക്ക് സോൾട്ട്, പിങ്ക് സോൾട്ട്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുടെ ഒരു തണുത്ത വെള്ളം ഒഴിച്ച് കുടിക്കുന്ന ഒരു സംഭവമാണ്. അത് നമ്മുടെ, ഞങ്ങൾക്ക് ഇവിടെ കൊട്ടാരക്കര കടകളിൽ ഒന്നും അത് കിട്ടുന്നില്ല. ആകെ കിട്ടുന്നത് കൊട്ടിയം ലുലു മാളിലായിരുന്നു. അപ്പൊ ലാസ്റ്റ് ടൈം ഞാൻ അവിടെ പോയപ്പോൾ അവിടെ എനിക്ക് കിട്ടിയില്ല. അപ്പൊ എനിക്ക് ഈ ചാട്ട് മസാലയും ജൽജീരയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പൊ ഭയങ്കര ദാഹം എടുക്കുമ്പോൾ ഇതൊക്കെയാണ് എന്റെ പരിപാടികൾ. കുറച്ച് ചാട്ട് മസാല ഇട്ടു, വെള്ളം ഒഴിച്ചു, സോഡയാണ് കേട്ടോ. ദയവ് ചെയ്ത് ആരും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. ശീലമില്ലാത്തവർക്ക് ഒരു പക്ഷെ ആദ്യമായിട്ടൊക്കെ കുടിക്കുമ്പോൾ ലൂസ് മോഷൻ ഉണ്ടായേക്കാം. നിസ്സാരം നമ്മുടെ നാരങ്ങ വെള്ളമായാലും ആദ്യമായിട്ട് ഉപ്പിട്ടൊന്ന് കുടിച്ച് നോക്കിയാൽ ചിലർക്ക് അത് വയറിന് പിടിക്കത്തില്ല. 1-2 ദിവസം ശീലമാവണം. എനിക്കിതൊക്കെ ഇപ്പൊ ശീലമാണ്. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ ഈ ജോലിക്കിടയിൽ ഇങ്ങനെയുള്ള തണുത്ത വെള്ളമൊക്കെ കുടിച്ചാണ് നിൽക്കുന്നത് കേട്ടോ. സോഡ, നാരങ്ങ, ഉപ്പിട്ട സോഡ. പിന്നെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ചാട്ട് മസാലയ്ക്കകത്ത് വെള്ളം ഒഴിച്ചിട്ട്. ഇപ്പോഴത്തെ എന്റെ പരിപാടി എന്താണെന്നോ, ഇരുമ്പം പുളി നമ്മൾ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇരുമ്പം പുളി അച്ചാർ. ഇരുമ്പം പുളി അച്ചാറിനകത്ത് കുറച്ച് വെള്ളം, തണുത്ത വെള്ളമോ അല്ലെ ഐസോ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കുടിക്കും. എന്റെ ദൈവമേ, കേൾക്കുന്നവര് വിചാരിക്കും എന്താണ് ഈ പറയുന്നതിന്. എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു, ബാക്കി ഏത് കൂൾ ഡ്രിങ്ക്സ് കുടിച്ചാലും ഇത്രയും ഒരു ആശ്വാസം കിട്ടത്തില്ല. അതുപോലെയാണ്. എടാ, എന്തുവാടാ, എന്തുവാടാ, എന്നെ കടിക്കരുത് കണ്ടോ, പതുങ്ങിയിരിക്കുവന്നോ. ഏതാ ഉണ്ടക്കണ്ണ, ഉണ്ടക്കണ്ണ, പെണ്ണെന്തിയെ, പെണ്ണേ, എടി പെണ്ണേ, എന്തുവാ, അവൾ ഒളിഞ്ഞു നോക്കുന്നു. ഇപ്പം പിടിക്കും.
ആ രാത്രിയായ രണ്ടുപേർക്കും കളിയാ. ഇനി അതെല്ലാം നശിപ്പിക്കും ചട്ടിക്കകത്തിരിക്കുന്നത്. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ ഇത് ഒരു ദിവസത്തെ അല്ല കേട്ടോ, പല ദിവസത്തെ വീഡിയോകളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീഡിയോ ഇടാൻ സമയമില്ലാത്തതുകൊണ്ടാണെങ്കിലും എടുത്തു വെക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. വീഡിയോസ് എല്ലാം സ്റ്റോക്ക് ഉണ്ട്, എഡിറ്റിങ്ങിനാണ് സമയമില്ലാത്തത്. ചില ദിവസങ്ങളിലുണ്ടല്ലോ നമുക്ക് നിൽക്കുന്ന നിൽപ്പിൽ എന്തെങ്കിലും ഒരു തോന്നൽ ഇങ്ങനെ വരും. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ തോന്നലുകളൊന്നും വരാറില്ല. പക്ഷെ ഒരു തോന്നൽ തോന്നിയാൽ അന്നേരം തന്നെ അത് ചെയ്യുകയും ചെയ്യും. അപ്പൊ കുറച്ച് ആ അടപ്രഥമൻ കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം. ഉടനെ കടയിൽ ചെന്നു, അതിന്റെ സാമഗ്രികൾ എടുത്തുകൊണ്ട് വന്നു. അരിയടയാണ്. അത് ആ വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചു. ചവ്വരി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു കുതിരാനായിട്ട്. അതിനുശേഷം പെട്ടെന്ന് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അങ്ങ് ചെയ്താൽ മതി, പെട്ടെന്നായിക്കോളും. ശർക്കര പാനിയാക്കാൻ വെച്ചു. കണക്കൊന്നുമില്ല കേട്ടോ, കാരണം എന്തായാലും നമുക്ക് അട ശർക്കര വെള്ളത്തിലിട്ട് വേവിക്കണം. അതുകൊണ്ട് ഇത്തിരി വെള്ളം കൂട്ടിയാണ് ഒഴിച്ചേക്കുന്നത്. പിന്നെ ഞാൻ പറയുന്നില്ല ഇത് ഓതന്റിക് റെസിപ്പിയാണെന്ന്. എനിക്കൊരു തോന്നൽ വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളാരും ഇത് ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ആ സമയം കൊണ്ട് ഇതാണ്ടെ ആ ചവ്വരി നന്നായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ട്. അപ്പോ അത്രയും സമയം കൊണ്ട് നമ്മുടെ അടയും ഏകദേശം വേവായിട്ടുണ്ട്. നന്നായിട്ട് ഞാൻ അങ്ങ് വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഓരോന്നും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയം കൊണ്ട് ശർക്കരയും നല്ലതുപോലെ അലിഞ്ഞു, അതൊന്ന് തിളപ്പിച്ചു വെച്ചു. ചവ്വരി വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് വെച്ചു. ഈ സമയം കൊണ്ട് വെന്ത അട വെള്ളം ഊറ്റിക്കളഞ്ഞ് വെള്ളത്തിൽ ഒന്ന് കഴുകി വാരി തണുപ്പിച്ച ശേഷം വെള്ളം വാലാനായിട്ട് അങ്ങോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോ ഒത്തിരി ആയിട്ടങ്ങ് വെന്ത് പോയെന്ന് തോന്നിയെങ്കിലും ശർക്കര കടന്ന് അത് കുറച്ചൊന്ന് ഉറയ്ക്കും കേട്ടോ. അപ്പൊ ഇതെന്റെ കുഞ്ഞൻ ഉരുളി ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ മേടിച്ചതാണ്. നെയ്യൊഴിച്ചു. അതിനുശേഷം അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. അതിനുശേഷം ആ നെയ്യിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അടയുണ്ടല്ലോ, അതിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ കുറേ നേരം ഇട്ട് ആ നെയ്ക്കകത്ത് ഞാൻ വരട്ടി കേട്ടോ. അതിനകത്ത് നല്ലതുപോലെ നെയ്യൊക്കെ പിടിക്കണം. കാരണം ഉടൻ തന്നെ അതിനകത്തേക്ക് ശർക്കര വെള്ളം ഒഴിച്ചാൽ ഒരു നെയ്യിന്റെ ടേസ്റ്റ് കാണത്തില്ല. അതുകൊണ്ട് കുറേ നേരം ഇട്ട്, എത്ര സമയമൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നമുക്കൊരു കൈക്കണക്കാണല്ലോ ഇതെല്ലാം. കുറേ നേരം ഇട്ട് വരട്ടിയ ശേഷം കാച്ചി വെച്ചിരുന്ന, അതായത് ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് നൂൽപ്പരിവൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചു, അത്രയേ ഉള്ളൂ. ആ ശർക്കരയും ഒഴിച്ചു. വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും അങ്ങോട്ടിട്ട്. ചവ്വരി ഇപ്പൊ നിങ്ങൾക്ക് അത് കുഴഞ്ഞ് അപ്പം മാതിരിയൊക്കെ തോന്നും, പക്ഷെ അല്ല. അതൊന്ന് അതിനകത്ത് മിക്സ് ആവുമ്പോൾ നല്ല കണ്ണു തിളങ്ങി കിടക്കുന്നത് പോലെ കിടക്കും കേട്ടോ. അപ്പൊ ഇത് ശർക്കരയൊക്കെ ഒഴിച്ച് ചെറു തീയില് കുറേ നേരം ഞാനിട്ട് വേവിച്ചു. അതായത് ആ അടയ്ക്കകത്ത് മധുരവും നെയ്യും ആ ചവ്വരിക്കകത്തും ഒക്കെ നന്നായിട്ട് പിടിക്കണം. അത് ഇതൊക്കെ ഒഴിച്ചിട്ട് ഉടനെ നമ്മൾ പാലൊന്നും ചേർക്കരുത് കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് കളറ് മാറി കുറുകി വരണം. അതിനുശേഷം പാല് ആവശ്യത്തിന് ചേർക്കാം. ഞാൻ കുറേശ്ശെയാണ് പാല് ചേർത്തത്. എത്രക്ക് നമ്മൾ പാല് ചേർത്താലും ഇത് തണുത്ത് വരുമ്പോഴത്തേക്ക് ഉറഞ്ഞിരിക്കും കേട്ടോ. ഞാൻ ഇത്രയത്തിന് ആ ഒരു കവർ അടയ്ക്ക് 1 ലിറ്റർ പാലെടുത്തു. കുറേശ്ശെയാണ് ഒഴിച്ചത്. നല്ല കട്ടിപ്പാല് തന്നെയാണ് ഒഴിച്ചത് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇത് കണ്ടിട്ട് ഇനി ആരും അയ്യേ തേങ്ങാപ്പാലിലാണ് പ്രഥമൻ ഉണ്ടാക്കുന്നത്, ഇതെന്താണെന്നൊന്നും ചോദിക്കല്ലേ. ഇത് എളുപ്പ പരിപാടിക്ക് ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ പശുവും പാല്, കവർ പാലാണ് ഒഴിച്ചേക്കുന്നത്. ഇങ്ങനെ ആരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് കമന്റ് ഇടണേ. എനിക്കറിയാം അടപ്രഥമൻ എന്ന് പറയുന്നത് തേങ്ങാപ്പാലിൽ ചെയ്യുന്നത് തന്നെയാണ് ടേസ്റ്റ്. പക്ഷേ എന്നെ പോലുള്ള മടിച്ചികൾക്ക്, അതായത് സമയമില്ലാത്തവർക്കും പെട്ടെന്ന് കഴിക്കണമെന്ന് തോന്നിയാൽ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ടേസ്റ്റിന് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെയാണ്. ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ. അപ്പൊ പാലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് ചെറുതീയിൽ ഇളക്കി അതൊക്കെ യോജിപ്പിച്ച ശേഷം നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടിയോ ചുക്കുപൊടിയോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. എന്തായാലും സംഭവം കളറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ സേമിയ പായസം അല്ലെങ്കിൽ പ്രഥമൻ, സാദാ പായസം ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുടിക്കാനേ ഭയങ്കര ടേസ്റ്റ് ആണ്. നിങ്ങൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. എന്തായാലും ആഗ്രഹം തോന്നി ചെയ്തു, അത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങള്. അപ്പോ അടുത്ത കുഞ്ഞു വിശേഷമായിട്ട് വീണ്ടും ഞാൻ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഓർപ്പിക്കാൻ വേണ്ടി അടുത്ത വീഡിയോയുമായിട്ട് വരാം. ബൈ, ഗോഡ് ബ്ലെസ് യു.